സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ലഭിച്ചതിനു ശേഷം ആദ്യമായി തന്നെ നടത്തിയ പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ആലപ്പുഴയിലെ മർദ്ദനം പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിക്കും എന്നുള്ളത്. സർക്കാർ പറഞ്ഞതുപോലെ ചെയ്തു, അന്വേഷിച്ചു, എന്നിട്ട് എന്തായി എന്ന് ചോദിച്ചാൽ പാതി വഴിയിൽ വിശ്രമിക്കുകയാണ്. UDF വന്നാലും LDF വന്നാലും തൊടാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിൽ എന്ന് ഉറപ്പായതോടെ ഈ അന്വേഷണവും പാതി വഴിയിൽ ചക്രശ്വാസം വലിക്കുകയാണ്. SIT-യിൽ ഉള്ള ഉദ്യോഗസ്ഥർ മിടുക്കർ ആണെന്നതിൽ സംശയമില്ല. പക്ഷെ കൈവിലങ്ങുകൾ ആദ്യം വീണിരിക്കുന്നത് അവർക്കാണോ എന്ന സംശയം ജനിക്കുകയാണ്. അതായത് ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസിൽ അന്വേഷണം നടത്തിയെങ്കിലും അതിൽ നടന്ന അട്ടിമറിയിൽ നിർണായക വിവരം പുറത്തുവരികയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കൊട്ടിഘോഷിച്ച UDF ഭരണത്തിലും MR അജിത് കുമാറിന് സംരക്ഷണം ലഭിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, തല്ലിക്കൊല്ലാൻ വേണ്ടിയുള്ള ആക്രമണം അന്വേഷിക്കാൻ SIT-യെ നിയമിച്ചപ്പോഴാണ് അത് അട്ടിമറിച്ച സൂത്രധാരൻ MR അജിത് കുമാർ എന്ന ADGP എന്ന് വ്യക്തമായത്. അദ്ദേഹത്തെ മണിക്കൂറുകൾക്കുള്ളിൽ പൂട്ടാനും അറസ്റ്റ് ചെയ്യാനുമുള്ള തെളിവുകളും മൊഴികളും ലഭിച്ചതുമാണ്. പക്ഷെ എല്ലാ തെളിവുകളും കയ്യിൽ കിട്ടിയിട്ട് 20 ദിവസം കഴിഞ്ഞു. ആഭ്യന്തര വകുപ്പ് ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ്. കേസ് ഡയറി തിരുത്തിയത് MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് SIT റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. എന്നിട്ടും ഇത്രയും വലിയ കൃത്യവിലോപവും വഞ്ചനവും കാണിച്ച ഒരു ഉദ്യോഗസ്ഥനെ 2 ആഴ്ച കഴിഞ്ഞിട്ടും ഒന്ന് വിളിപ്പിക്കാൻ പോലും പറ്റിയിട്ടില്ല ഈ ആഭ്യന്തര വകുപ്പിന്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ മുഖ്യമന്ത്രിക്കും സാധിച്ചിട്ടില്ല. SIT റിപ്പോർട്ടിലും തുടർ നടപടി സ്വീകരിച്ചിട്ടുമില്ല. അനങ്ങാത്ത നിലപാടിലാണ് DGP. അതായത് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം സ്ഥാനക്കയറ്റ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും വരെ റിപ്പോർട്ട് പൂഴ്ത്താനാണ് നിർദ്ദേശമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ KSU കുട്ടികളെ മാത്രമല്ല UDF-നെ തന്നെ ഇല്ലാതാക്കാൻ പിണറായിക്കൊപ്പം കൈകോർത്ത ഉദ്യോഗസ്ഥനായിരുന്നു MR അജിത് കുമാർ. അദ്ദേഹമാണ് തൃശൂർ പൂരം കലക്കി BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പിണറായിയുടെ ഏജന്റായി പ്രവർത്തിച്ചത്. RSS നേതാക്കളെ കണ്ട പോലീസ് ഓഫീസറായിരുന്നു അജിത് കുമാർ. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥൻ KSU പ്രവർത്തകരെ മർദ്ദിച്ച പിണറായിയുടെ ഗൺമാന്മാരെ രക്ഷിക്കാൻ തെളിവുകൾ നശിപ്പിച്ചു എന്നറിഞ്ഞിട്ടും അനങ്ങാതിരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധം വരാൻ പോവുകയാണ്. അത് പ്രവർത്തകരുടെ വികാരമാണ്. മാത്രമല്ല, തങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥനെതിരെ അതിശക്തമായ തെളിവുകൾ കണ്ടെത്തി അതെല്ലാം ഹാജരാക്കിയ നല്ല മിടുക്കരായ ഉദ്യോഗസ്ഥരെ വഞ്ചിക്കുന്നതിന് തുല്യവുമാണ്. ഇത് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് ഉദ്യോഗസ്ഥർ നീക്കം നടത്തുന്നതാണോ എന്നും സംശയമുണ്ട്. അന്വേഷണം പ്രഖ്യാപിക്കുന്ന മിടുക്ക് അന്വേഷണത്തിൽ സർക്കാർ കാണിക്കുന്നില്ല എന്ന് പാർട്ടി അണികളുടെ ഭാഗത്തു നിന്നും വന്നു കഴിയുന്നുണ്ട്. അധികാരമില്ലാതിരുന്ന 10 വർഷം നേതാക്കന്മാർ പോലും പണി മതിയാക്കിയ കാലത്ത് പാർട്ടിയെ സംരക്ഷിച്ചത് സാധാരണ പ്രവർത്തകരാണ്. നൽകിയ സൗഭാഗ്യം തിരിച്ചെടുക്കാനും അവർക്ക് കഴിയും എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഏതായാലും രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മർദ്ദനമേറ്റതിനേക്കാളും വേദനയാണ് അതിലെ പ്രതികളെ സ്വന്തം സർക്കാർ സഹായിക്കുന്നു എന്നറിയുമ്പോൾ. അത് ഓർത്താൽ നല്ലത്.